അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ യൂണിറ്റ് തുടങ്ങുകയാണ്. കഴിഞ്ഞ 3 യൂണിറ്റ് അവസ്ഥ 4ാമത്തെയും അവസാനത്തെയും യൂണിറ്റാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അത് ദറ്റ് ഈസ് യൂണിറ്റ് നമ്പർ 4 ആൻഡ് ഇറ്റ് ഈസ് having the title മെറ്റൽ ക്ലസ്റ്റേഴ്സ്. മെറ്റൽ ക്ലസ്റ്റേഴ്സിനെ പറ്റിയാണ് ഇത്. നമ്മൾ ആദ്യത്തെ യൂണിറ്റ്, 2ാമത്തെ യൂണിറ്റ്, 3ാമത്തെ യൂണിറ്റ് കഴിഞ്ഞ് 4ാമത്തെ യൂണിറ്റാണ് തുടങ്ങുന്നത്. 5ാമത്തെ 6ാമത്തെ യൂണിറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് മിക്കവാറും. അതായത് ബയോഓർഗാനിക് കെമിസ്ട്രി, ജൈവിക കെമിസ്ട്രി എടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. സോ മെറ്റൽ ക്ലസ്റ്റേഴ്സ് പേര് വരുമ്പോൾ തന്നെ മനസ്സിലാണ്. മെറ്റൽ ക്ലസ്റ്റേഴ്സ് ആർ മോളിക്കുലർ സ്പീഷീസ് which have a more than one or 2 or more metal atoms joined directly together. Okay, എന്താ പറയുന്നത്? They are molecular species. Molecules എന്ന് പറയുന്നില്ല, molecular species. They may be ions also. അതുകൊണ്ടാണ് molecular species എന്ന് പറയുന്നത്. പോളിയാറ്റമിക് ആയിട്ടുള്ള അയോൺസിനും മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ മോളിക്കുലർ സ്പീഷീസ് ഇൻ വിച്ച് 2 or more metal atoms are joined directly together among themselves. 1 2 തമ്മിലെല്ലാം ബന്ധപ്പെട്ടിരിക്കണം. മനസ്സിലായില്ലേ? അതിനാണ് മെറ്റൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. There are a large variety of compounds and they can be broadly classified. നമ്മുടെ സിലബസ് അനുസരിച്ച് 2 ക്ലാസ് ഉണ്ട്. ക്ലാസിഫൈഡ് into 2 types of clusters. അപ്പോൾ മെറ്റൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അതിൽ കൂടുതലോ മെറ്റൽ ആറ്റംസ് തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് തമ്മിൽ കണക്റ്റഡ് ആവണം. ചെയിൻ പോലെയാലും കുഴപ്പമില്ല, അങ്ങനെ തമ്മിൽ കണക്റ്റഡ് ആവണം. ഒരു മോളിക്യൂളിൽ ഒരു ഭാഗത്ത് ഒരു മെറ്റൽ വേറെ ഭാഗത്ത് വേറൊരു മെറ്റൽ ആണ്. അപ്പോൾ മെറ്റൽ തമ്മിൽ ബന്ധമാണെന്ന് അർത്ഥം. മെറ്റൽ ക്ലസ്റ്റേഴ്സ് ഗ്രൂപ്പ്സ് യു ക്യാൻ സീ ആൻഡ് ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു 2 different types. 2 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് carbonyl clusters and of course the second one is non-carbonyl clusters. അപ്പോൾ carbonyl clustersഉം പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ അല്ലേ? കാർബണൈൽ ക്ലസ്റ്റേഴ്സ് ആൻഡ് ആ വ്യത്യാസം മാത്രമല്ല, എന്നാലും പെട്ടെന്ന് വെച്ചാൽ കാർബണൈൽ ക്ലസ്റ്റേഴ്സ് ആൻഡ് നോൺ കാർബണൈൽ ക്ലസ്റ്റേഴ്സ് രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. കാർബണൈൽ ക്ലസ്റ്റേഴ്സ് ഹാവ് ഡെഫിനറ്റ്ലി എന്താണ്? യെസ്, കാർബണൈൽ ഓർ കാർബൺ മോണോക്സൈഡ് ആസ് ദി മെയിൻ ലിഗൻഡ്സ്. അപ്പോൾ ഈ മെറ്റൽ ക്ലസ്റ്റർ വെറും മെറ്റൽ ക്ലസ്റ്റർ അതിന്റെ കൂടെ എന്തുണ്ടാവും? ലിഗൻഡ്സ് ഉണ്ടാവും. ഈ ലിഗൻഡ്സ് മിക്കവാറും എന്തായിരിക്കും? മിക്കവാറും എല്ലാം ആണെന്നില്ല, കാർബൺ മോണോക്സൈഡ് mainly CO as the ligands. Okay, and you can see carbonyl clusters are formed by എല്ലാ മെറ്റൽ atoms or transition metals ഒന്നും ഫോം ചെയ്യുന്നില്ല. A few generally, and they are that those transition metals which belong to group 8, 9 and 10. അല്ലെങ്കിൽ ഗ്രൂപ്പ് 8, ഗ്രൂപ്പ് 9 ഇങ്ങനെ എഴുതുക. സാർ ഇത് പുതിയ ഗ്രൂപ്പിൽ ഇങ്ങനെ എഴുതുക, പഴയതാണ് ഇങ്ങനെ എഴുതുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓൾഡ് ഫോമിലോ ടേബിൾ ഇങ്ങനെയാണ്, അതിൽ ഗ്രൂപ്പിന് എണ്ണം കുറവാണ്, അപ്പോൾ അങ്ങനെ എഴുതുക. അപ്പോൾ നമ്മൾ സാറിന് ഗ്രൂപ്പ് 8, ഗ്രൂപ്പ് 9 ആൻഡ് ഗ്രൂപ്പ് 10 ട്രാൻസിഷൻ മെറ്റൽസിന്റെ 8, 9, 10 ഗ്രൂപ്പിൽ വരുന്ന പഴയ സിസ്റ്റത്തിലാണെങ്കിൽ 8th ഗ്രൂപ്പ് ട്രയാഡ്സ്, നമ്മൾ ട്രയാഡ്സ് എന്ന് പറയും. എല്ലാ 8th ഗ്രൂപ്പിലായിരുന്നു മുമ്പേ. മൂന്നാമത്തെ പഴയ പീരിയോഡ് ടേബിളിലെ 8th ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഗ്രൂപ്പ് ആയിട്ടായിരുന്നു. അതിൽ 3 സബ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. അയണിന്റെയും കൊബാൾട്ടിന്റെയും നിക്കൽ എല്ലാം കൂടി ചേർന്നിട്ട്. അപ്പൊ അവരാണ് പ്രധാനമായിട്ട് കാർബണൽ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. എന്തൊക്കെ എലമെന്റ്സ് നമുക്കറിയാം? അയൺ, കൊബാൾട്ട്, നിക്കൽ. നമ്മൾ പല പ്രാവശ്യം കാണുന്നതാണ്. റുത്തീനിയം, റോഡിയം, പലേഡിയം, ഓസ്മിയം, ഇറിഡിയം ആൻഡ് പ്ലാറ്റിനം. ഈ 9 ഇവരാണ് പ്രധാനമായിട്ട് കാർബണൽ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. ഓർപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊരു ഗ്രൂപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ മനസ്സിലായില്ലേ? 8, 9, 10. ട്രാൻസിഷൻ മെറ്റൽ എത്ര മുതലാണ്? 3 മുതൽ 12 വരെയാണ്. അവസാനത്തെ 2 ഗ്രൂപ്പ് ഒക്കെ തള്ളിക്കളിയാൽ ബാക്കി വരുന്ന 3 ഗ്രൂപ്പ് തള്ളുന്നു ചോദിച്ചാൽ ഉത്തരവില്ല, ഓർത്തൊക്കാൻ പറയുന്നത്. അവസാനത്തെ 2 ഗ്രൂപ്പ് കിട്ടിയേക്കാം. അതിന് കൂടുതൽ ഇപ്പുറത്ത് അതേപോലെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സിമിലാരിറ്റിക്ക് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു സിമെട്രി പോലെ കാണിക്കാം നമുക്കത്, പെട്ടെന്ന് ഓർത്തൊക്കാൻ പറ്റും. So this 8th group, 9th group and 10th group transition metals, iron, cobalt or iron, ruthenium, osmium, cobalt, rhodium, iridium and nickel, palladium, platinum, they form carbonyl clusters. Not only that, in these the metal atoms are found to be in a relatively or comparatively low oxidation state. ഇതിലൊക്കെ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ താഴെയാണ്. -1, 0 or
പ്ലസ് വൺ. -1 0 പ്ലസ് 1 എന്നല്ല, മൊത്തത്തിൽ ഈ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ഫോം ചെയ്യുന്ന കാർബണൽ ക്ലസ്റ്റേഴ്സ് ആണ് ഇവർ ഫോം ചെയ്യുന്നത്. അതിൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് വളരെ വളരെ താഴെയായിരിക്കും എന്നാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഇപ്പൊ ലോ ഓക്സിജൻ സ്റ്റേറ്റിലുള്ള 8, 9, 10 ഗ്രൂപ്പിൽ വരുന്ന മെറ്റൽസ് ആണ് കൂടുതലും. മിക്കവാറും കാർബണൈൽസ് ഒക്കെ നമ്മൾ നേരത്തെ കാർബണൈൽസ് വിശാലമായിട്ട് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ പലതും കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഓക്സിജൻ സ്റ്റേറ്റ് ഓഫ് ദി മെറ്റൽ ഈസ് വെരി ക്ലോസ് ടു 0. നമ്മൾ കണ്ടതൊക്കെ മിക്കവാറും 0 ആണ് അല്ലേ. അപ്പൊ -1 മുതൽ +1 വരെയുള്ള ഓക്സിജൻ സ്റ്റേറ്റിൽ വരുന്നതും 8, 9, 10 ഗ്രൂപ്പിൽ വരുന്നതായ മെറ്റൽസ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? കാർബണൽ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. ആൻഡ് നോൺ കാർബണൽ ക്ലസ്റ്റേഴ്സ് are formed by again elements or metals of the 5, 6 and 7 group. 5, 6, 7 എത്തി. ഇവിടെയും രണ്ടെണ്ണം താഴേക്കിടെ ഏതൊക്കെയാണ്? 3 ഉം 4. നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് ആൽക്കലി മെറ്റൽസ്, സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് ആൽക്കലി എർത്ത് മെറ്റൽസ്, ആൻഡ് തേർഡ് ഗ്രൂപ്പ് സ്റ്റാർട്ടിംഗ് വിത്ത് സ്കാൻഡിയം, ഫോർത്ത് ഗ്രൂപ്പ് സ്റ്റാർട്ടിംഗ് വിത്ത് ടൈറ്റാനിയം, then vanadium. Okay, vanadium, niobium and tantalum. Sixth group ആരൊക്കെയാണ്? chromium, molybdenum and tungsten. Seventh group ആരാണ്? manganese, technetium and rhenium. ഇതിൽ ടെക്നീഷ്യം, റേഡിയോ ആക്റ്റീവ്, സിന്തറ്റിക് എലമെന്റ് ഒക്കെ ആയതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കണ്ട. ഇപ്പൊ കോമൺ ആയിട്ട് ഇതില് ശ്രദ്ധിക്കുക, ഇതിൽ യെല്ലോ ഇല്ല, ഇതിൽ ഈ ഭാഗം കൊണ്ട് തള്ളിക്കറണം. വനേഡിയം, ക്രോമിയം, മാംഗനീസ് വരുന്നില്ല. പിന്നെ ആരാണ്? ശരിക്കും പറഞ്ഞാല് ഇവിടെ 9 ആളുണ്ട് എന്ത് ഫോം ചെയ്യുന്നത്? പ്രധാനമായിട്ടും കാർബണൽ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. നോൺ കാർബണൽ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത് ആരാണ്? നയോബിയം, ടൻടാലം, മോളിബ്ഡനം, ടങ്സ്റ്റൺ ആൻഡ് റീനിയം. ദാറ്റ് ഈസ് those elements belong to second and third row transition. First row transition metals വരുന്ന elements form ചെയ്യുന്നില്ല. And the non carbonyl clusters they are formed by the second and third row transition metals belonging to group 5, group 6 and group 7. These form അഞ്ചെണ്ണം. ആറാമത്തെ കുഴപ്പം നമ്മൾ പറഞ്ഞ ആറാമത്തെ കുഴപ്പം എന്താണ്? അത് സിന്തറ്റിക് അല്ല, ടെക്നീഷ്യൻ ഒക്കെ അറിയാം. ബാക്കി അഞ്ചെണ്ണേ ഉള്ളൂ. ഇവിടെ അങ്ങനെ 9 ആളുണ്ട്. First row, second row and third row transition metals of group 8, group 9 and group. അപ്പോൾ പീരിയോഡ് ടേബിൾ നോക്കിയിട്ട് അടുത്തടുത്ത് വരും. ഈ ഭാഗത്ത് 2 എണ്ണം പോയി, ആ ഭാഗത്ത് 2 എണ്ണം ഉണ്ട്. ഏതാണ്? ഗ്രൂപ്പ് 11 and group 12. കോപ്പറും സിങ്കിന്റെ ഗ്രൂപ്പ്, കോപ്പർ, സിൽവർ, ഗോൾഡ്, സിങ്ക്, കാഡ്മിയം, മർക്കുറി അത് ഫോം ചെയ്യുന്നില്ല. അത് ഉൾപ്പെടുത്തും. അപ്പോൾ ഓർത്ത് വെക്കാൻ മറ്റേത് വളരെ എളുപ്പമാണ്. ഗ്രൂപ്പ് 5, 6, 7, 8. 5, 6, 7 ഫോം ചെയ്യുന്നത് നോൺ കാർബണൽ ക്ലസ്റ്റേഴ്സ് ആണ്. 8, 9, 10 ഫോം ചെയ്യുന്നത് കാർബണൽ ക്ലസ്റ്റേഴ്സ് ആണ്. 5, 6, 7 ഫസ്റ്റ് റോ വരുന്നില്ല, 3D വരുന്നില്ല, 4D, 5D. ആ 4D തന്നെ ടെക്നീഷ്യൻ വരുന്നില്ല. സിന്തറ്റിക് എലമെന്റ് ആയതുകൊണ്ടാണ്. സപ്പോസ് ടെക്നീഷ്യൻ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാനുള്ള ചില ഇതൊക്കെ ഉണ്ടാവാൻ യാതൊരു സംശയമില്ല. പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ മോളിബ്ഡിനം, നയോബിയം, ടൻടാലം, ടങ്സ്റ്റൺ ആൻഡ് റീനിയം forms a non-carbonyl clusters, and these clusters are otherwise called ക്ലസ്റ്റേഴ്സ് എന്നാ പറയാ? ഹാലൈഡ് ടൈപ്പ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയും. കാർബണൽ ക്ലസ്റ്റേഴ്സ് ആൻഡ് നോൺ കാർബണൽ ക്ലസ്റ്റേഴ്സ് ആണെങ്കിലും നോൺ കാർബണൽ ക്ലസ്റ്റേഴ്സ് ആർ ഓൾസോ കോൾഡ് ഹാലൈഡ് ടൈപ്പ് ക്ലസ്റ്റേഴ്സ് ഇൻ വിച്ച് ദ ലിഗൻഡ്സ് ആർ മെയിൻലി ഹാലൈഡ്സ് എക്സെപ്റ്റ് ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ്. പിന്നെ മാത്രമല്ല ഫ്ലോറൈഡ് ഉണ്ട്, ബ്രോമൈഡ് ഉണ്ട്, അയോഡൈഡ് ഉണ്ട്, സയനൈഡ് ഉണ്ട്. ഓക്കെ, ആൽക്കോക്സൈഡ് ഉണ്ട്, ഓക്സൈഡ് മാത്രമുണ്ട്, കാർബോക്സിലേറ്റ് ഉണ്ട്. ഇതൊക്കെ ഫോം ചെയ്യും. പ്രധാനം ഹാലൈഡ് ഇല്ല. അതുകൊണ്ടാണ് ഹാലൈഡ് ടൈപ്പ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, more than that we can see that these non-carbonyl clusters are formed by these metal ions in a low oxygen state and high oxygen state, mainly +2 and +3. വ്യത്യാസങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കാർബൺ ക്ലസ്റ്റേഴ്സിലെ കാർബണൈൽസ് ആണ് പ്രധാനപ്പെട്ട ലിഗൻഡ്സ്. പ്രധാനപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ തന്നെ കാണാം, അപൂർവമായിട്ട് മറ്റു പല സാധനം കാണുന്നുള്ളൂ. പിന്നെന്താണ് അവ ഫോം ചെയ്യുന്നത്? ഇവരൊക്കെയാണ്. പിന്നെന്താണ് ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് -1 0 +1, വെരി ലോ ഓക്സിജൻ സ്റ്റേറ്റ് ആണ്. And the second class, that is non-carbonyl clusters, are formed by or they are also called halide type clusters,
and they are formed by transition metals of the second and third row transition metals of the fifth, sixth and seventh group, namely niobium, tantalum, molybdenum, tungsten and rhenium. And these metal atoms, in the case of Halley's type clusters, are found to be in a high oxidation state, mainly +2 and +3. ഇത്തരം കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻ കാർബണൈൽ ക്ലസ്റ്റേഴ്സ് ആൻഡ് നോൺ കാർബണൈൽ ഓരോ നമ്മൾ വിശാലമായി കാണും. കാർബണൈൽ ക്ലസ്റ്റേഴ്സ് ആൻഡ് നോൺ കാർബണൈൽ ക്ലസ്റ്റേഴ്സ്. ഓക്കെ, so coming to the first class again, carbonyl clusters are formed by the 9 elements or 9 transition metals of group A, 8, 9 and 10, and these metal atoms are in a low oxidation state of a -1, 0, +1. Okay, and we can see that these carbonyl clusters, the ligands are mainly carbon monoxide, when we are very familiar with the fact that carbon monoxide is a ligand which stabilizes the low oxidation state of the നേരത്തെ പഠിച്ചാണ്. Carbon monoxide is a strong, yes, pi acid ligand or pi acceptor ligand. നമ്മൾ പല പ്രാവശ്യം കണ്ടാണ്. because this ligand carbon monoxide through pi bonding, it takes away electron density from the metal. It receives electron density from the carbon monoxide, from the metal. You remember? Carbon monoxide is a pi acid ligand. ഈ മെറ്റൽ ആറ്റത്തിലേക്കുള്ള കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ലിഗാൻഡും കൂടി ഒരുപാട് ഇലക്ട്രോൺ ഡെൻസിറ്റി ഡൊണേറ്റ് ചെയ്യുമ്പോൾ മെറ്റൽ ആറ്റം വളരെ റിച്ച് ഇൻ ഇലക്ട്രോൺ ഡെൻസിറ്റി ആവുകയും അതിന്റെ സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യുന്നു. ആ സ്റ്റെബിലിറ്റിയെ കൂട്ടുന്നതാണ് ആര്? കാർബൺ മോണോക്സൈഡ് പൈ ബോണ്ടിൽ കൂടി. ലിഗാൻഡാണ് കാർബൺ മോണോക്സൈഡ്. ലിഗാൻഡിന്റെ റോൾ എന്താണ്? give electron density to the metal, and this carbon monoxide being a pi acceptor ligand takes away back some of the electron density through pi bond. It is a sigma donor and pi acceptor. അതുകൊണ്ട് തന്നെയാണ് കാർബണൈൽ ക്ലസ്റ്റേഴ്സിലെ കാർബൺ മോണോക്സൈഡ് ലിഗാൻഡ് ആയിരിക്കുന്നതിൽ ഓക്സിജൻ സ്റ്റേറ്റ് ഓഫ് ദി മെറ്റൽ ലോ ആയിരുന്നാലും ദേ ആർ വെരി സ്റ്റേബിൾ. Stability is attributed to the strong pi acceptor character of carbon monoxide, which releases a large quantity of electron density from accumulation of electron density on the metal by back bonding. Okay, and these carbonyl clusters are again classified into two classes, mainly low nuclearity carbonyl clusters of course. അപ്പോൾ അടുത്ത സംശയമൊന്നുമില്ല, രണ്ടായി ക്ലാസിഫൈ ചെയ്ത് ഒന്ന് ലോ എന്ന് പറഞ്ഞാൽ മറ്റേ എന്തായിരിക്കും? യെസ്, ഡെഫിനറ്റ്ലി ദിസ് ഈസ് ദ ഹൈ ന്യൂക്ലിയാരിറ്റി carbonyl clusters. These two are commonly called LNCCs, low nuclearity carbonyl clusters, and high nuclearity HNCC. What do you mean by the nuclearity of the cluster? കേൾക്കുമ്പോൾ മനസ്സിലായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മോണോ ന്യൂക്ലിയർ, ഡൈന്യൂക്ലിയർ, പോളിന്യൂക്ലിയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈസ് കണക്റ്റഡ് വിത്ത് ദി നമ്പർ ഓഫ് എ മെറ്റൽ ആറ്റംസ് ഇൻ എ കോംപ്ലക്സ്. നമ്മൾ പറയാം മോണോ ന്യൂക്ലിയർ കോംപ്ലക്സ്, ബൈ ന്യൂക്ലിയർ കോംപ്ലക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. രണ്ട് മെറ്റൽ ആറ്റം മെറ്റൽ സെന്റർ ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? ഡൈന്യൂക്ലിയർ എന്ന് പറയും. ഇപ്പൊ ലോ ന്യൂക്ലിയാരിറ്റി മീൻസ് ദ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് ഇൻ ദ ക്ലസ്റ്റർ ഈസ് റിലേറ്റീവ്ലി ലോ. Whereas in the high nuclearity carbonyl clusters there are more number of metal atoms in the cluster. പിന്നെ ലോ ഹൈ അല്ലെങ്കിൽ ലെസ് മോർ എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായ ഒരു കണക്കല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് 2, 3 or 4. If the number of metal atoms in a cluster is 2, 3 or 4, these are നമ്മുടെ സൗകര്യമാണ്. These are classified into നമ്മുടെ സൗകര്യമല്ല, ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല. 2, 3 or 4 metal atoms, then they are called low nuclearity carbonyl clusters. And if it is more than 4, അഞ്ചോ അതിൽ കൂടുതലാണെങ്കിൽ these are classified as a high nuclear carbonyl clusters. Is it clear? ഒന്നാമത്തെ കാര്യം, ക്ലസ്റ്ററിൽ
ഒന്നിൽ കൂടുതൽ ആറ്റംസ്, ആദ്യം തന്നെ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ ആറ്റംസ് വരുന്ന ആറ്റംസ് മെറ്റൽ ആറ്റം വന്നാൽ പോരാ, മെറ്റൽ ആറ്റംസ് ഒക്കെ ജോയിൻ ടുഗദർ അമംഗ് ദംസെൽസ്, ദെൻ ദേ ആർ കോൾഡ് ക്ലസ്റ്റേഴ്സ്. ആ ക്ലസ്റ്ററിൽ തന്നെ കാർബണിൽ വരുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ലോ ന്യൂക്ലിയാരിറ്റി കാർബൺ ക്ലസ്റ്റേഴ്സ് ആൻഡ് ഹൈ ന്യൂക്ലിയാരിറ്റി കാർബൺ ക്ലസ്റ്റേഴ്സ്. അണ്ടർസ്റ്റാൻഡ്? ലോ ന്യൂക്ലിയാരിറ്റി ഹാവ് അപ് ടു 4, ഒന്നെന്തായാലും പറ്റില്ല, 2, 3, 4, ആൻഡ് ഹൈ ന്യൂക്ലിയാരിറ്റി ഹാസ് മോർ ദാൻ 4. ദാറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ. And these carbonyl clusters may be neutral molecules or they can be ions, anions or sometimes hydrocarbonyls. അപ്പോൾ എന്താണ് ജനറലി these carbonyls, നമ്മൾ കാർബണൈൽ ക്ലസ്റ്റേഴ്സിൽ കുറേ മെറ്റൽ ഉണ്ടാവും, ആ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാർബൺ മോണോക്സൈഡ് ലിഗൻഡ്സ് ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കാം, ഒരു ചാർജും ഇല്ലാതിരിക്കാം. അതല്ല, അത് ചിലപ്പോൾ ചാർജ് വരാം, മിക്കവാറും ചാർജ് ആനയോണിക് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താവാം, ഹൈഡ്രൈഡോ ക്ലസ്റ്റേഴ്സ് ആവാം. ദാറ്റ് ഈസ് one or more hydrogen atoms may be incorporated with this molecule. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ന്യൂട്രൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം Fe2CO9 ദിസ് ന്യൂട്രൽ, ഓർ CO3 CO12 അതൊക്കെ ന്യൂട്രൽ ആണ്. ഓക്കെ. ചില കേസിൽ ആനയോണിക് ആവും. എപ്പോഴും ആനയോണിക് ആവുന്നത് ഇഫ് സച്ച് എ ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാർബൺ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത ദേ ഓൾമോസ്റ്റ് ഓൾവേസ് obey the effective atomic rule or the 18 electron rule. 18 electron rule നമ്മൾ ഈ കേസ് പറയുന്നത് 18 electron rule obey ചെയ്യുന്നതാണ്. അപ്പോൾ ഇലക്ട്രോൺ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഉണ്ടാവും, 18. നമ്മൾ പല പ്രാവശ്യം 18 ഇലക്ട്രോൺസ് വീണ്ടും കാണാം, കുഴപ്പമില്ല, ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ 18 ഇലക്ട്രോൺസിൽ ഒരു കാർബൺ മോണോക്സൈഡ് ലൂസ് ചെയ്തെന്ന് വിചാരിച്ചു. ഒരു കാർബൺ മോണോക്സൈഡ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് 2 ഇലക്ട്രോൺസിന്റെ നഷ്ടം ഉണ്ടാക്കും. ആ 2 ഇലക്ട്രോൺസ് നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോഴേ എന്ത് ചെയ്യും, 2 ഹൈഡ്രൈഡോ എന്നാണ് തെറ്റിപ്പോയതാണ്, ഹൈഡ്രൈഡ് 2 ഹൈഡ്രജൻ ആറ്റത്തിനാണ് എടുക്കും. മനസ്സിലാകുന്നുണ്ടോ? ഒരു കാർബൺ മോണോക്സൈഡ് പോയാല് 2 ഇലക്ട്രോൺസിന്റെ ലോസ്, നമ്മൾ കുറച്ച് എക്സാമ്പിൾ ആണ് മനസ്സിലാക്കും, ലോസ് വരും. ആ 2 ഇലക്ട്രോൺ ലോസിനെ ഇല്ലാതാക്കാൻ 2 ഹൈഡ്രജൻ എടുത്തില്ല. അതായത് ഇപ്പൊ എന്തായിരിക്കും, നേരത്തെ ഒരു ഫോർമുല MXCOY, and if it obeys exactly the effective atomic number rule or the 18 electron rule, if MXCOY minus 1 is there, ഒരു കാർബൺ മോണോക്സൈഡ് കുറവാണെങ്കിൽ 2 ഇലക്ട്രോണിന്റെ കുറവിന് ഓരോ കാർബൺ മോണോക്സൈഡ് ഡൊണേറ്റ് ചെയ്യുന്ന 2 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ 18 ഇലക്ട്രോൺ 16 ഇലക്ട്രോൺ ഉണ്ടാവും. അത് എത്രത്തോളം ചെയ്യും, അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ചിലപ്പോൾ അത് 2 ഹൈഡ്രജൻ എടുത്ത് H2MX. അപ്പൊ ഈ കാർബൺ മോണോക്സൈഡിൽ ലോസ് കൊണ്ടുണ്ടാകുന്ന 2 ഇലക്ട്രോൺസിന്റെ ലോസ് ഇവിടെ പരിഹരിക്കും. ചില കേസിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോ 2 ഇലക്ട്രോൺ ഇവിടെ നഷ്ടപ്പെട്ടു, 1 ഇലക്ട്രോൺ ഹൈഡ്രജൻ 1 ഇലക്ട്രോണായി കിട്ടും, നമുക്കറിയാം. അപ്പോൾ എന്താണ്, 1 ഇലക്ട്രോണിന്റെ കുറവുണ്ടാവും. അത് ചിലപ്പോൾ ഇങ്ങനെ അത് ഒരു നെഗറ്റീവ് ചാർജിനെ കൂടെ കോണിട്ടിട്ട് ഇപ്പൊ HMXCOY-1 നെഗറ്റീവ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതും ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. മനസ്സിലായില്ല? കാരണം എന്താണ്, ഇവിടെ COY ഉണ്ട്, ഇവിടെ COY-1 ആണ്. നമ്പർ ഓഫ് carbon monoxide ligand is reduced by 1. That means there is a loss of 2 electrons, and this loss of 2 electrons is made up by this negative charge and this hydrogen, or it can be H2MXCOY. So I am saying this carbonyls may be neutral. The neutral ആണ്, anionic, ഇത് anionic ആണ്, or hydrido. ഹൈഡ്രൈഡ് ആണ്, ഹൈഡ്രൈഡ് ഓ ആണ്, anionic ആണ്, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഒരു ഹൈഡ്രൈഡോ 2 നെഗറ്റീവ് ചാർജ് ഉണ്ടായാൽ മതി. അപ്പൊ എന്തായി, ആനയോണിക് മാത്രമായി. MXCOY 2- സ്പീഷീസ് ഉണ്ടാകില്ല. എന്താണ്, അത് ഒരു ആനയോണിക് സ്പീഷീസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനും കൂടുതൽ വേരിയേഷൻ വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമ്മള് we look into the carbonyl clusters in more detail. നമ്മളിപ്പോ കുറച്ച് മുമ്പ് കണ്ട പോയിന്റ് എന്താണ്, carbonyl clusters are classified into 2 low nuclearity and high nuclearity carbonyl clusters. ഇതിലൊക്കെ പ്രത്യേകത എന്താണ് പറഞ്ഞത്, metal atoms are there, they are joined together. In low nuclearity we have up to 4, 2, 3 or 4 metal atoms, and in high nuclearity we have more than 4 metal atoms. ഏത് മെറ്റൽ ആറ്റം ഉണ്ടാവും, മിക്കവാറും അയണും കൊബാൾട്ടും നിക്കലും റുത്തീനിയം റോഡിയം പലേഡിയം ഓസ്മിയം വർണ്ണ ഇറിഡിയം പ്ലാറ്റിനം. ഒരിക്കലും നയോബിയോ ടൻറ്റാലോ ഒരു പോളിന്യൂക്ലിയർ കാർബണൈൽ ഫോം ചെയ്യുന്നില്ല.
ഫോർ മെറ്റൽ ക്ലസ്റ്റർ കാർബണൈൽ ഫോം ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് 8, 9 and 10 triads. You can say iron, cobalt, uranium, palladium, and osmium, iridium, platinum. And these metal atoms are of course in a 0, -1 or +1 oxidation stage. Okay. And the simplest one, binuclear carbonyl, നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. Fe2CO9 or CO2CO8 or Mn2CO10. Mn നമ്മൾ നേരത്തെ ക്ലാസ് പഠിച്ചിട്ടില്ല അല്ലേ? എന്തുകൊണ്ടാണ്? മാംഗനീസ് ടെക്നീഷ്യൻ റീനം ആ ഗ്രൂപ്പിലാണ്. പക്ഷെ ബൈന്യൂക്ലിയർ കാർബണൈൽ ഫോം ചെയ്യുന്നുണ്ട്. Mn2 അത്രയുള്ള അതിനപ്പുറത്തേക്കില്ല. എന്നാലും this can be classified as a binuclear carbonyl. കുഴപ്പമില്ല, ബൈന്യൂക്ലിയർ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Mn2CO10 have 2 MnCO5 fragments joined together, no doubt. Mn ഈ ഭാഗത്ത് 5 CO, വേറൊരു MnCO5, ഇത് രണ്ടും തമ്മിൽ ഒരു മെറ്റൽ ബോണ്ട്. That's why it is classified as a metal cluster. And in Fe2CO9 we have Fe നമ്മൾ നേരത്തെ കണ്ടതാണ്. In Mn2CO10 we have all terminal carbonyls. ഓർമ്മയുണ്ട്. And in Fe2CO9 we have 3+3 6 terminal carbonyl ligands and 3 bridging carbonyl ligands. 3 bridging. നമ്മൾ ഇതൊക്കെ നേരത്തെ പഠിക്കുമ്പോഴും വരക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഓർമ്മയുണ്ടോ? Fe വരക്കുക, ഒരു CO, രണ്ടാമത്തെ CO എങ്ങനെ വരക്കാൻ പറ്റും? ഇത് രണ്ടും വേറെ 2 CO ആണ്. നമ്മൾ പ്ലെയിനിൽ വരക്കും മൂന്നാമത്തെ CO. ഓക്കെ. പിന്നെ ഇവിടെ 3 CO, ഇവിടെ 3 CO, 3 CO ടെർമിനൽ, 3 CO ബ്രിഡ്ജിങ്. ഇങ്ങനെയാണ് അതിന്റെ കേസ്. ആൻഡ് when we come to കോബാൾട്ടിന്റെ 2 സ്ട്രക്ചർ, CO2CO8 have a symmetric structure like Mn2CO10 with 2 CO4 units joined together. എങ്ങനെയാണോ 2 MnCO5 യൂണിറ്റ് ജോയിൻ ചെയ്യുക, ഇവിടെ CO4 യൂണിറ്റ്. ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ കോബാൾട്ട് ആണ്, അത് കാർബൺ മോണോക്സൈഡ് ആണ്. ഇങ്ങനെ ഉണ്ടാവും. അതിന് വേറെ സ്ട്രക്ചറുകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2 സ്റ്റേറ്റില് വേറെ വിധത്തിൽ എന്താണ്, വേറെ വിധത്തില് 3 ആയിട്ട് 2 ബ്രിഡ്ജിങ് അങ്ങനെയുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാണ്. 2 CO, ഇവിടെ 3 CO, ഇവിടെ 3 CO, ഇവിടെ ബ്രിഡ്ജിങ്, ഇവിടെ വേറെ ബ്രിഡ്ജിങ്. ഇത് 2 കാർബൺ മോണോക്സൈഡ് ആണ്, മാറിപ്പോയത്. ഇത് 2 കോബാൾട്ടാണ്. കോബാൾട്ട് എഴുതുമ്പോൾ C വലുതായിട്ട് O വളരെ ചെറുതായിട്ട് എഴുതുക. പേപ്പറിലൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. കാർബൺ മോണോക്സൈഡ് ഈക്വൽ സൈസിൽ എഴുതുക. ഓക്കെ. അപ്പോൾ കോബാൾട്ടിന്റെ 2 സ്ട്രക്ചർ. എന്തായാലും ഇതിലൊക്കെ നമുക്ക് കാണുന്ന ഒരു ഫിനോമിനൻ എന്താണ്? All these obey exactly the 18 electron rule is strictly obeyed by this. Mn ന്റെ കേസിൽ അറിയാം, Mn ൽ 3 ഇലക്ട്രോൺസ് എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയാം. എത്രയാണ്? It is a group 7, it has 7 electrons. D5S2 7 S 10 17 ഇതാ, 1 വിടുന്ന് കിട്ടും 18. 7 10 1 എപ്പോഴും മെറ്റൽ ബോണ്ട് is equal to sharing of 2 electrons, that each manganese take share of the 1 electron from the other manganese. രണ്ടിനും അങ്ങോട്ട് കിട്ടും. അപ്പോൾ 7 10 1 18. ഇവിടെ അങ്ങനെ നമുക്ക് 2 വിധത്തിൽ കൂട്ടാം. Fe2CO ഒറ്റയടിക്ക് കൂട്ടാം. Fe2CO9 there are 18 electrons. 18 Fe2CO9 18 electrons on the part of a carbon monoxide. And എത്രയാണ്? Iron is a Fe2CO9. Iron has a 3 electrons ആണ്. This grouping has 10 electrons. അല്ലേ? 10 plus Fe2CO9. ഇതിങ്ങനെയല്ല, ഇതിന്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ വരച്ചാൽ നമ്മളെ മറ്റേ മെറ്റൽ ബോണ്ട് കാണിക്കാൻ പറ്റില്ല. ഇവിടെ ഇത് മറ്റേ വിധത്തിൽ തന്നെ വരക്കണം, ഈ രൂപത്തിൽ തന്നെ വരക്കണം. മനസ്സിലായില്ല? ഇവിടെ മെറ്റൽ ബോണ്ട് കൊണ്ട് അതിൻ്റെ കൂടെ 1 CO 2 CO 3 CO ഇങ്ങനെ വരച്ചാൽ ശരിയാവും.
അപ്പോൾ അയണിന്റെ എത്ര 10 ഇലക്ട്രോൺ, 10 10 20 20 3 3 6 3 9 ഇവരുടെ 18 38 38 ഇതാ ഇതിലാണ് മെറ്റൽ മെറ്റൽ ബോണ്ട് കിട്ടുന്ന രണ്ടും. ഹലോ എന്താണ് D6 8 8 8 16 16 ഇതാ 3 3 6 3 9 18 34 2 ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എന്നോട് തെറ്റിപ്പോ 8 18 2 8 എന്ന് പറഞ്ഞാൽ അയൺ ഇലക്ട്രോൺ 2 8ന്റെ 8 പ്ലസ് 8 2 ഇലക്ട്രോൺ. 18 എന്ന് പറഞ്ഞാല് 9 കാർബൺ മോണോക്സൈഡ് ഉണ്ട്. 3 3 6 3 9 2 എന്ന് പറഞ്ഞാല് മെറ്റൽ മെറ്റൽ ബോണ്ട്. മെറ്റൽ മെറ്റൽ ബോണ്ട് 2 ഇലക്ട്രോൺ പുതുതായിട്ടുണ്ടാകും. ശ്രദ്ധിക്കുക, ഓരോ മെറ്റലിനും ഇഫക്റ്റീവ് ആയിട്ട് 1 ഇലക്ട്രോൺ കൂടുതൽ കിട്ടുന്നതായിട്ടുള്ള എഫക്റ്റ് ആ മെറ്റൽ മെറ്റൽ ബോണ്ട് കൊണ്ട് വരുന്നത്. There are two atoms, metal atom 1 and metal atom 2. Metal atom 1 gets a share of 1 electron from metal atom 2. Metal atom 2 in turn gets a share of 1 electron from metal atom 1. That is effectively there is an increase of 2 electrons in the total electron count. മാറിപ്പോയത് അങ്ങനെയാണ് 8 16 18 രണ്ടുമായിട്ട് 36 ഇലക്ട്രോൺ. 36 രണ്ടായാലും 18 18 അങ്ങനെ കണക്കൂട്ടാം. അല്ലെങ്കിൽ നേരെ പകുതിക്ക് മുറിച്ചാൽ ഇതാ 8 ഇവിടെ 8 6 14 അല്ലേ 15 16 17 18 ഇങ്ങനെ കിട്ടുന്ന ഒന്ന് മെറ്റൽ മെറ്റൽ ബോണ്ടിന് ഒന്ന് ഒന്നേ കൂട്ടോ കാർബൺ മോണോക്സൈഡിന് ഒന്ന് മറ്റേ കൊടുത്തു. ഒന്നും ഇതില്ല 3 കാർബൺ മോണോക്സൈഡ് ഇതൊക്കെ ഓരോ ഇലക്ട്രോണാണ്. ഇതൊരു ഇലക്ട്രോൺ ആണ്, ഇതൊരു ഇലക്ട്രോൺ ആണ്, ഇതൊരു ഇലക്ട്രോൺ, ഇതൊരു ഇലക്ട്രോൺ ആണ്. ഇതിന്റെ ഇപ്പൊ 4 ഇലക്ട്രോൺ ആണെങ്കിൽ 4 തൊട്ട് 12 6 18 ഇങ്ങനെ കൂട്ടാം. അല്ല മൊത്തത്തിലും കൂട്ടാം. അങ്ങനെ ആയാലും 18 ഇലക്ട്രോൺസ്. ഇത് ഓവലിന് യാതൊരു വ്യത്യാസമില്ല. കോബാൾട്ട് ഓൾസോ ഒബേസ് ദി 18 ഇലക്ട്രോൺ റൂൾ. അത് ഡൈന്യൂക്ലിയർ കാർബണൈഡ്സിന്റെ കൂട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ഓക്കെ. Then we go to the trinuclear carbonides. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ പുറകെ വരുന്നുണ്ട്. എന്നാലും ശ്രദ്ധിക്കുക എക്സാമ്പിൾസ് ഒക്കെ. Trinuclear carbonides. In the trinuclear carbonides we see that mainly the metal atoms are joined together in a triangular fashion. ഇങ്ങനെ ഉണ്ടാവുക ഒരു മെറ്റല് രണ്ടാമത്തെ മെറ്റല് 3. Most of the cases the metal atoms are arranged in a triangular fashion. Triangular ആയിട്ടാണ് 3 മെറ്റൽ പ്ലാനർ ആയിട്ട് മിക്കവാറും. And the carbon monoxide ligands are either acting as a terminal ligands or they are acting as a bridging ligand. രണ്ട് വിധത്തിലുണ്ട്. ടെർമിനൽ ലിഗാൻഡ് ആയിട്ടുണ്ട്, ബ്രിഡ്ജിംഗ് ligand ആയിട്ട് ആക്ട് ചെയ്യും കാർബൺ മോണോക്സൈഡ്. ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മിക്കുക. There is no metal metal bond or there is no bridging carbon monoxide without the metal metal bond. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് മെറ്റലും മെറ്റലും തമ്മിലുള്ള കണക്ഷൻ ഈ കാർബൺ മോണോക്സൈഡിൽ കൂടി ഒരു ബ്രിഡ്ജിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഡെഫിനറ്റ് ആയിട്ട് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടെന്നാണ്. ഈ ബോണ്ട് ഇല്ലാതെ ഒരു കാർബൺ മോണോക്സൈഡ് ബ്രിഡ്ജിംഗിൽ കൂടി മാത്രം 2 മെറ്റൽസ് ബോണ്ട് ചെയ്യുന്നില്ല. So a metal metal bond is essential for a carbon monoxide bridging. A carbon monoxide bridges 2 metal atoms which are definitely joined together by a metal metal bond. പിന്നെ വേറെ കാര്യം പഠിച്ചിരിക്കുന്നത് എന്താണ്? Bridging carbon monoxide ligands are present in the case of smaller metal atoms. And if you compare the metals of the same group, we can see that the possibility of a bridging ligand, bridging carbon monoxide decreases when we go down the group, because the atom becomes bigger and bigger, means the nuclei are far apart and connecting together these two by a bridging carbon monoxide becomes more difficult. ഒരു ചെറിയ 2 ആറ്റംസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം ചെറിയ ആറ്റംസ് ആണെങ്കിൽ ഇതിനെ ബ്രിഡ്ജ് ചെയ്യാൻ നമ്മളെ കാർബൺ മോണോക്സൈഡ് പറ്റും. വലിയ ആറ്റങ്ങളാവുമ്പോൾ ഇതിനെ ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ വളരെ അകന്നായിരിക്കുന്നത് ബ്രിഡ്ജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. So the atom should be necessarily small in order that a bridging COP may exist between these 2 atoms. If they are of course larger in size, that means when we go down the size becomes larger, and there the possibility of a bridging carbon monoxide is less. ഒരേ മോളിക്യുലർ ഫോമിലുള്ള 3 ഗ്രൂപ്പ് 3 സീരീസിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ശ്രദ്ധിച്ചു നമ്മൾ നേരത്തെ എക്സാമ്പിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഓരോ ഗ്രൂപ്പ് താഴോട്ട് വരുമ്പോഴും ബ്രിഡ്ജിംഗ് കാർബൺ മോണോക്സൈഡിന്റെ എണ്ണം കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യും. ചിലപ്പോൾ മേലെ 2 ഉണ്ടാവും, 1 ആവും, 0 ആവും. മേലെ 2 ഉണ്ടാവും, ചിലപ്പോൾ താഴെ വരുമ്പോൾ 0 ആവും. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ബ്രിഡ്ജിംഗ് കാർബൺ, ഓൾ ദി കാർബൺ മോണോക്സൈഡ്സ് സീം ടു ബി ടെർമിനൽ. ഇപ്പൊ സാധാരണഗതിയിൽ ആറ്റംസ് എന്ന് പറഞ്ഞാൽ 3D സീരീസിൽ വരുന്ന മെറ്റൽസിനാണ് കൂടുതൽ സാധ്യത ബ്രിഡ്ജിംഗ് കാർബൺ മോണോക്സൈഡ്. അയൺ, കോബാൾട്ട്, നിക്കൽ ഒക്കെ ഉണ്ട്. Okay, we will continue in the next class.